ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വ്ളോഗാണ്. നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവർക്കും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണത്. ഒരുപാട് പേര് കാണുവാൻ വരുന്ന ഒരു സ്ഥലമാണത്. കുരങ്ങന്മാരും മയിലുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണത്. ഒരു മലയുടെ മുകളിലൂടെ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത്. ഈ മലേൻ്റെ മുകളിൽ ഒരുപാട് കുരങ്ങന്മാരും കാണാൻ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാത്ത ചെറിയ ഒരു രൂപയെ കാണാൻ കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇത് ഒരു കോറിയൊക്കെ ഉള്ള സ്ഥലമാണ്. പാറക്കെട്ടുകളൊക്കെ ഉള്ള ഒരു കോറിയാണിത്. വളരെ ആൾക്കുറവൊക്കെ ഉള്ളൊരു സ്ഥലമാണത്. തീരെ ജനവാസമില്ലാത്ത ഒരു സ്ഥലമാണ് എന്നും വേണമെങ്കിൽ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഈ മലൻ്റെ മുകളിൽ താമസിക്കുന്നവരല്ല, ജോലി ചെയ്യുന്നവരൊക്കെ ഇതിൽ പോകും എന്നല്ലാതെ കൂടുതൽ പേരും ഒരു സഞ്ചാര വഴിയൊന്നും ഇതിലില്ല. അത്രയ്ക്കും ഒരു ഉയർന്ന സ്ഥലമാണത്. റോഡ് അത്ര നല്ലതൊന്നല്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല. ചെറിയ രീതിയിലൊക്കെ ടാറിങ് നടന്നിട്ടുണ്ട്. എന്നാലും വലിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റൂല കേട്ടോ. ആരും അങ്ങനെ അറിയപ്പെടാത്ത സ്ഥലമാണ്. പക്ഷേ ഇവിടെ വന്ന് വിട്ടാൽ പെട്ടെന്ന് ആരും പോകില്ല. നമ്മൾ കാറ്റ് കൊള്ളാനും മുകളിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കാനൊക്കെ നല്ലൊരു വൈബുള്ള സ്ഥലമാണത്. അങ്ങനെ വൈബാക്കാൻ വന്ന കുറേ ആൾക്കാരൊക്കെ ഫാമിലീനൊക്കെ ഞങ്ങളിവിടെ കണ്ടു കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ടൈം പാസിനൊക്കെ വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. നല്ല വൈബുള്ള സ്ഥലം. എപ്പോഴും നല്ല കാറ്റാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട് ചില വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്കുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും കാണൂല, അത്രയ്ക്കും ഒരു താഴ്ചയാണത്. അത്രയ്ക്കും നമ്മൾ മുകളിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും കയറി പോകാൻ കേട്ടോ, പക്ഷെ നമുക്ക് കഴിയൂല. വലിയ വലിയ മരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം, പാറക്കെട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ ഒരു അടിയിൽ ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാം. ഇതിൻ്റെ മുന്നിലൂടെ കയറി ഇനി നമ്മൾ പോകുക കേട്ടോ. ഇത് കാണുന്ന മതിയല്ലോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്ത് കണ്ടെടുത്തതാണ്. ഇനി നമ്മൾ അതിൻ്റെ മുന്നിൽ ഒരു റോഡുണ്ട്, കണ്ടില്ലേ? ആ റോഡിൻ്റെ റോഡിലൂടെ ഇനി നമ്മൾ പോവുക. പക്ഷെ നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അതിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ പോകുന്നുള്ളത്. ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ സുഖമായിട്ട് ഇതിൽ പോകട്ടോ. നമ്മളിപ്പോൾ മല ഇറങ്ങി ഏകദേശമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ല വീടുകളുണ്ട്. വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളൊന്നുമില്ല. ഒറ്റപ്പെട്ട് ഇങ്ങനെ ചില സൈഡുകളിൽ കുറച്ച് വീടുകൾ ഇങ്ങനെ കാണാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ വീടുകളൊന്നുമില്ല. ഇത്രയും വീടുകൾ ഇത് തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതാണ്. ആദ്യം ഇത്ര വീടുകളൊന്നും ഇല്ലായിരുന്നു. നല്ല കവുങ്ങിൻ കൃഷിയാണ് ഈ കാണുന്നത്. നല്ല പച്ചപ്പൊക്കെ ഉള്ള, എപ്പോഴും നല്ല വെള്ളം. ഇപ്പോൾ ഈ അടിഭാഗത്ത് നല്ല വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. കവുങ്ങ്, റബ്ബർ ഒക്കെ ഉണ്ട്. റബ്ബർ മലേൻ്റെ മുകളിലൊക്കെ അധികം റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളാ പോകുന്ന സ്ഥലത്തൊക്കെ. നമ്മൾ ഏറ്റവും അടിയിലെത്തി. ഇപ്പോൾ റോഡൊക്കെ നല്ല റബ്ബറൈസ് ചെയ്ത നല്ല റോഡാണ് കേട്ടോ. നല്ല അടിപൊളി റോഡാണ് ഇവിടേക്ക്. വീടുകളൊക്കെ അത്യാവശ്യത്തിന് വീടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടേക്ക്.
റോഡും തന്നെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ റോഡാണ്. ഇതിനായിട്ട് ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ, ഇതിൻ്റെ ഈ മലൻ്റെ മുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു രസമാണ്. സമയം കളയാനും അങ്ങനെ നോക്കി നിൽക്കാനൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് മലകൾ, ഇങ്ങനെ നിറയെ മലകളാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ് നമുക്കിങ്ങനെ കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ നമുക്കിവിടെ വീണ്ടും വരാനേ തോന്നുള്ളൂ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ഗുഡ് ബൈ.